ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് പോയറ്റിക് ഡിവൈസസ് ഓർ ലിറ്റററി ഡിവൈസസ് ആൻഡ് ദ യൂസേജ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അറിവാണ് ലിറ്റററി ഡിവൈസസ് ഓർ പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചുള്ളത്. ഒരു കൃതിയെ കൂടുതൽ മനോഹാരിതമാക്കുന്നതിനോടൊപ്പം പ്രേക്ഷകന് ഏറ്റവും കൂടുതൽ ആസ്വാദ്യമാകുന്ന ഒരു ഉപകരണം കൂടിയാക്കി മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ആണ് പോയറ്റിക് ഡിവൈസസ്. അപ്പൊ നമുക്ക് താമസിക്കാതെ പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് പഠിക്കാം. ഒരുപാട് പോയറ്റിക് ഡിവൈസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് 7 പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചാണ്. ഇതിനൊരു പാർട്ട് 2 വീഡിയോ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോയറ്റിക് ഡിവൈസസിനെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്ന പോയറ്റിക് ഡിവൈസസ് സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, അലിട്രേഷൻ, കോൺസണൻസ്, അസൊണൻസ് ആൻഡ് ഓക്സിമോറൺ. ഈ ഏഴ് പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും എളുപ്പമുള്ളതുമായ സിമിലി എന്ന പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് നമുക്ക് പഠിച്ചുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. അപ്പം സിമിലിയുടെ ഡെഫിനിഷൻ എന്തെന്ന് വെച്ചാൽ കമ്പാരിസൺ ഓഫ് ടു സിമിലർ ഓർ അൺലൈക്ക് തിങ്സ് യൂസിങ് ആസ് ഓർ ലൈക്ക്. ആസോ ലൈക്കോ ഉപയോഗിച്ച് രണ്ട് സിമിലർ, അതായത് രണ്ട് ഒരുപോലെ ഇരിക്കുന്നോ അതോ അൺലൈക്ക് ഒരുപോലെ ഇരിക്കാത്തോ ആയ തിങ്സിനെ കമ്പയർ, അതായത് താരതമ്യം ചെയ്യുന്നതിനാണ് സിമിലി എന്ന് പറയുന്നത്. സിമിലിയുടെ ഒരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ ഈ ആസോ ലൈക്കോ ഉറപ്പായിട്ട് സിമിലിക്കകത്ത് വേണം. അപ്പൊ അതിനുള്ള ഉദാഹരണം പറഞ്ഞ് നമുക്ക് ഇത് മനസ്സിലാക്കാം. ആ സ്ട്രോങ് ആസ് ആൻ ഓക്സ്, ഒരു ഓക്സിന്റെ അത്രയും ബലവാൻ എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം പ്രയോഗിച്ചിരിക്കുന്നത്. വേറൊരിതാണ്, ഇതും വെച്ച് നമുക്ക് വേറൊരു സെന്റൻസ് ഉണ്ടാക്കാം. ഹി ഈസ് ആസ് സ്ട്രോങ് ആസ് ആൻ ഓക്സ്. അല്ലെങ്കിൽ ഒരു പേരും വെച്ച് ഇപ്പം ജോൺ ഈസ് ആസ് സ്ട്രോങ് ആസ് ആൻ ഓക്സ്. ഇതൊരു സിമിലിയാണ്. അത് കമ്പയർ ചെയ്യുക, ജോണിനെ ഒരു ഓക്സുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അപ്പം ലൈക്കും കൊണ്ടുള്ള ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ എങ്ങനെയാണ് സിമിലി ആകുന്നത് വെച്ചാൽ ഇവിടെ ആസ് ഉണ്ട്, ഇത് കാരണമാണ് ഇതൊരു സിമിലി ആകുന്നത്. അപ്പം രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫെയിം ഈസ് ലൈക്ക് എ ബി. ഇതൊരു സിമിലിയാണ്, കാരണം ലൈക്ക് ഉണ്ട്. ഫെയിം ഈസ് ലൈക്ക് എ ബി. പ്രശസ്തി ഒരു തേനീച്ചയ്ക്ക് തുല്യമാണ്. ഫെയിം ഈസ് ലൈക്ക് എ ബി. അപ്പം ഇതാണ് സിമിലിയുടെ രണ്ട് എക്സാമ്പിൾ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ആളായ മെറ്റഫറിലേക്ക് പോകാം. അപ്പൊ സിമിലിയും മെറ്റഫറുമാണ് കമ്പാരിസൺ ഉപയോഗിക്കുന്ന റിതമിക് ഡിവൈസ്. ഈ ലിസ്റ്റിൽ ഏറ്റവും എളുപ്പമുള്ള രണ്ട് അംഗങ്ങളാണ് സിമിലിയും മെറ്റഫറും. രണ്ട് കമ്പാരിസണിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് മെറ്റഫറിന്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. കമ്പാരിസൺ ഓഫ് ടു സിമിലർ ഓർ അൺലൈക്ക് തിങ്സ് വിത്തൗട്ട് യൂസിങ് ആസ് ഓർ ലൈക്ക്. അതായത് രണ്ട് സിമിലറോ അൺലൈക്കോ ആയ തിങ്സിനെ ആസോ ലൈക്കോ ഉപയോഗിക്കാതെ താരതമ്യം ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. സിമിലിക്കകത്ത് നമ്മൾ പഠിച്ചു, രണ്ട് സിമിലറോ അൺലൈക്കോ ആയ തിങ്സിനെ ആസോ ലൈക്കോ ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നതിനാണ് സിമിലി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആസോ ലൈക്കോ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇതാണ് സിമിലി മെറ്റഫർ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് എക്സാമ്പിൾ നോക്കി ഇത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. ടൈം ഈസ് മണി, അതായത് സമയത്തെ ഇവിടെ ധനത്തോട് കമ്പയർ ചെയ്യുന്നു. രണ്ടാമത്തത് ഫെയിം ഈസ് എ ബി. പ്രശസ്തിയെ ഒരു തേനീച്ചയോട് കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ രണ്ടിടത്തും ആസോ ലൈക്കോ ഇല്ല. അപ്പം ഈ എക്സ്പ്രഷൻ തന്നെ നമ്മൾ സിമിലിയുടെ ഡെഫിനിഷന്റെ അവിടെ കണ്ടായിരുന്നു ഒരു എക്സാമ്പിൾ ആയിട്ട്. ഫെയിം ഈസ് ലൈക്ക് എ ബി. അതുപോലെ തന്നെ നമുക്ക് ടൈം ഈസ് ലൈക്ക് നമുക്ക് ഫെയിം ഈസ് ലൈക്ക് എ ബി എന്ന് നമ്മൾ സിമിലിയുടെ അവിടെ എക്സാമ്പിൾ കണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആ ലൈക്ക് മാറിയപ്പം ഇതൊരു മെറ്റഫറായി, ഫെയിം ഈസ് എ ബി. അപ്പം ഇതാണ് നമുക്ക് മെറ്റഫറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ പോയറ്റിക് ഡിവൈസ് ആയ പെർസോണിഫിക്കേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. പെർസോണിഫിക്കേഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. When human characteristics or qualities are given to non-living things or animals. അതായത് മനുഷ്യരിൽ സ്വായത്തമാക്കിയിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സും ക്വാളിറ്റീസും ഗുണങ്ങളും നോൺ ലിവിങ് തിങ്സ്, അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്കോ ആനിമൽസിനോ, അതായത് മൃഗങ്ങൾക്കോ ചാർത്തുന്നതിനെയാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ മനുഷ്യർക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മൃഗങ്ങളിൽ ഒരു പ്രതിഫലിപ്പിക്കുന്നതിനെയാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ വെച്ച് നമുക്കിത് പഠിക്കാം. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇപ്പൊ ഈ വരി നമുക്ക് ഏവർക്കും അറിയാം, റഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ഇഫ് എന്ന പോയത്തിലെ ഒരു വളരെ പ്രശസ്തമായ ഒരു വരികളാണ് ഇത്.
ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. അപ്പോൾ യുവർ മാസ്റ്റർ എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്. ഒരാളുടെ മാസ്റ്റർ ആയിരിക്കുക, ഒരാളെ കൺട്രോൾ ചെയ്യുക, അയാളുടെ മാസ്റ്റർ ആയിരിക്കുക. മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇപ്പം ഡ്രീംസ് എന്ന് വെച്ചാൽ നോൺ ലിവിങ് തിങ് ആണ്. ഡ്രീംസ് എന്ന് വെച്ചാൽ നോൺ ലിവിങ് തിങ് ആണ്. അപ്പം ഡ്രീംസിനെ നിങ്ങളുടെ മാസ്റ്റർ ആയിട്ട് ഇവിടെ പെർസോണിഫൈ ചെയ്തേക്കുവാണ്. ഡ്രീംസിനെ മാസ്റ്റർ ആയിട്ട്, ഒരാളുടെ മാസ്റ്റർ ആയിട്ട് പെർസോണിഫൈ ചെയ്തേക്കുവാണ് ഇവിടെ. അപ്പൊ ഇതാണ് പെർസോണിഫിക്കേഷനെ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പാഠങ്ങളിൽ പെർസോണിഫിക്കേഷന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇഫ് എന്ന പോയത്തിലെ ഈ വാക്കുകൾ, ഈ വരികൾ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. സ്റ്റാർസ് ഡാൻസ്. സ്റ്റാർസിന് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഡാൻസിങ് എന്ന് വെച്ചാൽ ഹ്യൂമൻസിന് മാത്രമുള്ള, ഹ്യൂമൻസിന് ചില ആനിമൽസിന് ബേർഡ്സിനൊക്കെ ഉണ്ട്, പക്ഷെ പ്രധാനമായിട്ടും ഹ്യൂമൻ ക്വാളിറ്റിയാണ് ഡാൻസിങ്. അപ്പൊ സ്റ്റാർസ് ഡാൻസ് എന്ന് വെച്ചാൽ സ്റ്റാർസിനെ പെർസോണിഫൈ ചെയ്തേക്കുവാണ് ഹ്യൂമൻ ക്വാളിറ്റി ഉപയോഗിച്ച്. അപ്പം ഇതാണ് നമുക്ക് പെർസോണിഫിക്കേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത് സിമ്പിൾ ആണ്. പെർസോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കൊന്ന് ഒരു സെൻസ് നമുക്ക് മനസ്സിലാവും. കാരണം ഹ്യൂമൻ ക്വാളിറ്റീസ് ഏതാ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരു എക്സ്പ്രഷൻ നോക്കിയിട്ട് ഇത് പെർസോണിഫിക്കേഷൻ എന്ന് ഒന്ന് പറയണമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം നോക്കുക അതിനകത്ത് എന്തെങ്കിലും ഹ്യൂമൻ ക്വാളിറ്റീസ്, ഫോർ എക്സാമ്പിൾ ഡാൻസ്ഡ്, റാൻ ഔട്ട് ഓഫ് തോട്ട്സ് എന്ന് വെച്ചാൽ തോട്ട്സിനെ പെർസോണിഫൈ ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഹ്യൂമൻ ക്വാളിറ്റീസോ ട്രെയ്റ്റ്സോ ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അത് വേറൊരു എക്സ്പ്രഷനെ പെർസോണിഫൈ ചെയ്യുവാൻ നമുക്ക് അക്ഷരത്തിൽ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് നാലാമത്തെ റിതമിക് ഡിവൈസ് ആയ അലിട്രേഷനെ കുറിച്ച് പഠിക്കാം. അലിട്രേഷന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് പ്ലേസ് നിയർ ഈച്ച് അതർ. അതായത് കുറച്ച് വേർഡ്സ് ഒരുമിച്ച് പ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ ആ വേർഡ്സിന്റെ ബിഗിനിങ്ങിൽ കോൺസണന്റ് സൗണ്ട്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് ആൽഫബറ്റ്സിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വവൽസ്, ഒന്ന് കോൺസണൻസ്. വവൽസ് എന്ന് വെച്ചാൽ AEIOU. കോൺസണൻസ് എന്ന് വെച്ചാൽ AEIOU ഒഴികെയുള്ള ബാക്കി എല്ലാ ആൽഫബറ്റ്സിനെയുമാണ് നമ്മൾ കോൺസണൻസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ SPATWW ഇതൊക്കെയാണ് നമ്മൾ കോൺസണൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിനൊക്കെയാണ് നമ്മൾ കോൺസണൻസ് എന്ന് പറയുന്നത്. അപ്പം അത്തരം ആൽഫബറ്റിക് സൗണ്ട്സ് കുറച്ച് വേർഡ്സ് ഒരുമിച്ച് പ്ലേസ് ചെയ്യുമ്പോൾ ആ വേർഡ്സിന്റെ ബിഗിനിങ്ങിൽ കോൺസണന്റ് സൗണ്ട്സ് ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അറ്റ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഓർത്തിരുന്നോണം. രണ്ട് തരമുണ്ട്. ഒന്ന് അലിട്രേഷനും ഉണ്ട്, കോൺസണൻസും ഉണ്ട്. കോൺസണൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോൺസണന്റ് സൗണ്ട്സ് ആ വേർഡ്സിന്റെ എൻഡിലാണ് വരുന്നത്. പക്ഷെ അലിട്രേഷൻ വരുന്നത് വെച്ചാൽ ആ വേർഡ്സിന്റെ ബിഗിനിങ്ങിലാണ് കോൺസണന്റ് സൗണ്ട്സ് വരുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിളോടെ പഠിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. സൈലൻസ് സെർച്ച് സ്ലോലി. അപ്പം ഇവിടെ എസ് സൗണ്ട് ഉണ്ട്, റിപ്പീറ്റഡ് എസ് സൗണ്ട് ഉണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് റിപ്പീറ്റഡ് എസ് സൗണ്ട് ഉണ്ട്. ആ എസ് സൗണ്ട് എവിടെയാണ് വരുന്നത്? ഇതിനകത്ത് 3 വാക്കുകളില്ലേ? 3 വാക്കുകളുണ്ട് ഇതിനകത്ത്. അതിനകത്ത് ഓരോ വാക്കിന്റെയും ഫസ്റ്റ് ഒരു ബിഗിനിങ്ങിലാണ് എസ് സൗണ്ട് വരുന്നത്, റിപ്പീറ്റ് ആയിട്ട് എസ് സൗണ്ട് വരുന്നത്. സൈലൻസിന്റെ എസ് സൗണ്ട് വരുന്നത് തുടക്കത്തില്, സെർച്ചിന്റെ എസ് സൗണ്ട് തുടക്കത്തില്, സ്ലോലിയുടെ എസ് സൗണ്ട് തുടക്കത്തില്. സൈലൻസ്, സെർച്ച്, സ്ലോലി. അപ്പം എസ് സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വേർഡ്സിന്റെ ബിഗിനിങ് വരുന്നുണ്ട്. അപ്പം അതാണ് അലിട്രേഷന്റെ ഒരു എക്സാമ്പിൾ. വേറൊരു പ്രശസ്തമായ എക്സാമ്പിൾ ആണ്, ഒരു ടങ് ട്വിസ്റ്റർ ആണിത്. പീറ്റർ പൈപ്പർ പിക്ഡ് എ പെക്ക് ഓഫ് പീപ്പിൾ പെക്കേഴ്സ്. അതെ, പീറ്റർ പൈപ്പർ പിക്ഡ് എ പെക്ക് ഓഫ് പീപ്പിൾ പെപ്പേഴ്സ്. ഇതാണ് എനിക്ക് പോയി. അതാണ് ഇതൊരു ഫേമസ് ടങ് ട്വിസ്റ്റർ ആണ്. അപ്പൊ ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് പി സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാം പെക്ക് ഓഫ് പീപ്പിൾ പെപ്പേഴ്സ്. ഈ എല്ലാ വാക്കുകളിലും ഓഫ് വഴിയുള്ള വാക്ക് എല്ലാ വാക്കുകളിലും റിപ്പീറ്റ് ആയിട്ട് പി സൗണ്ട് വരുന്നുണ്ട്. അതും ബിഗിനിങ്ങിൽ. പീറ്ററിൽ പി, പൈപ്പറിൽ പി, പിക്ഡിൽ പി, പെക്കിൽ പി, പിക്കിൾഡിൽ ബിഗിനിങ് പി, പെപ്പേഴ്സിൽ ബിഗിനിങ് പി. അപ്പോൾ ഈ എല്ലാ വേർഡ്സിലും പി സൗണ്ട് വരുന്നത് ബിഗിനിങ്ങിലാണ്, ഈ വേർഡ്സിന്റെ ബിഗിനിങ്ങിലാണ്. അപ്പോൾ ഇതൊരു അലിട്രേഷൻ ഒരു എക്സാമ്പിൾ ആണ്. വളരെ പ്രശസ്തമായ അലിട്രേഷൻ എക്സാമ്പിൾ ആണിത്. ഇതൊരു ടങ് ട്വിസ്റ്ററും കൂടെയാണ്. അപ്പം റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് പ്ലേസ് നിയർ ഈച്ച് അതറിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് 5ാമത്തെ റിതമിക് ഡിവൈസ് ആയ കോൺസണൻസിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ കോൺസണൻസിന്റെ ഡെഫിനിഷൻ ഇതാണ്: റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ്സ് പ്ലേസ് നിയർ ഈച്ച് അതർ. അതായത് കോൺസണന്റ് സൗണ്ട്സ്, അതായത് എസ്, പി, എ പോലുള്ള കോൺസണന്റ് സൗണ്ട്സ് കുറച്ച് വേർഡ്സ് ഒരുമിച്ച് പ്ലേസ് ചെയ്യുമ്പോൾ
അതിന്റെ അവസാനം വരുന്നതിനെയാണ് നമ്മൾ കോൺസണൻസ് എന്ന് പറയുന്നത്. ആ വേർഡ്സിന്റെ എല്ലാം അവസാനം ഈ കോൺസണൻസ് സൗണ്ട്സ് റിപ്പീറ്റ് അടിച്ച് വരുന്നതിനെയാണ് നമ്മൾ കോൺസണൻസ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച അലിട്രേഷൻ അവിടെ ബിഗിനിങ് ആണ്. അപ്പം ഈ കോൺസണൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ആണ്, അവസാനമാണ് ഈ കോൺസണൻസ് സൗണ്ട്സ് അവിടെ റിപ്പീറ്റ് അടിച്ച് വരുന്നത്. പക്ഷെ അലിട്രേഷന്റെ പ്രത്യേകത തന്നെയായിരുന്നു, അവിടെ ബിഗിനിങ് ആയിരുന്നു. അതായത് വേർഡ്സ് തുടങ്ങുമ്പോൾ, അതായത് നമ്മൾ സൈലൻസ് സെർച്ച് സ്ലോലി എന്ന് പറഞ്ഞു, അവിടെ 3 വേർഡ്സിലും എസ് ബിഗിനിങ്ങിലുണ്ട്. ആ എസ് സൗണ്ട് ആണ് 3 വേർഡ്സിൽ റിപ്പീറ്റ് അടിച്ച് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആ വേർഡ്സിന്റെ അവസാനം. അപ്പൊ നമുക്ക് എക്സാമ്പിൾ കൊണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ടോസ് ദ ഗ്ലാസ് ബോസ്, റിപ്പീറ്റഡ് എസ് സൗണ്ട്. ഇവിടെ എങ്ങനെ റിപ്പീറ്റഡ് എസ് സൗണ്ട് വന്നത്? ടോസിൽ അവസാനം എസ് ഉണ്ട്. ഒരു ആർട്ടിക്കിൾ ആയത് നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാം. ഗ്ലാസിനകത്ത് അവസാനം എസ് ഉണ്ട്, ബോസിന്റെ അവസാനം എസ് ഉണ്ട്. അപ്പൊ ടോസ് ദ ഗ്ലാസ് ബോസ്. അപ്പം ഈ 3 വാക്കിലും അവസാനം എസ് റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട്. അപ്പം സൈലൻസ് സെർച്ച് സ്ലോലി എന്നായിരുന്നു? അവിടെ എസ് ഫസ്റ്റ് ആയിരുന്നു വന്നത്. സൈലൻസിൽ എസ്, സെർച്ചിൽ എസ്, സ്ലോലിയുടെ എസ്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ടോസ് ദ ഗ്ലാസ് ബോസ്, ടോസിൽ എസ് അവസാനം വരുന്നത്, ഗ്ലാസ്സിൽ എസ് അവസാനം വരുന്നത്, ബോസിൽ എസ് അവസാനം വരുന്നത്. അപ്പം എസ് സൗണ്ട് ഈ വേർഡ്സിന്റെ എല്ലാം അവസാനമാണ് റിപ്പീറ്റ് അടിച്ച് വരുന്നത്. അപ്പം ഈ എക്സ്പ്രഷനെയാണ് കോൺസണൻസ്. അപ്പൊ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ 6ാമത്തെ ടോപ്പിക്കായ അസണൻസിനെ കുറിച്ചാണ്. ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്കാണ് അസണൻസ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ അലിട്രേഷൻ കോൺസണൻസും എല്ലാം കോൺസണൻസ് എന്ന ആൽഫബറ്റിക് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അസണൻസ് എന്ന് വെച്ചാൽ വൗവൽസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനാണ് നമ്മൾ അസണൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മുമ്പ് കണ്ടു, അലിട്രേഷനകത്ത് കുറച്ച് വേർഡ്സ് ഒരുമിച്ച് പ്ലേസ് ചെയ്തിട്ട് ആ വേർഡ്സിന്റെ ബിഗിനിങ്ങിലാണ് ഒരു സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്, ഒരു കോൺസണൻസ് സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. കോൺസണൻസിൽ ഒരു കുറച്ച് വേർഡ്സ് ഒരുമിച്ച് പ്ലേസ് ചെയ്തപ്പം ആ വേർഡ്സിന്റെ അവസാനം ആണ് ഈ കോൺസണൻസ് സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അവിടെ അപ്പം അലിട്രേഷനിലും കോൺസണൻസിലും തുടക്കം അവസാനം അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് രണ്ടും തമ്മിൽ. പക്ഷെ അസണൻസിൽ അതില്ല. കാരണം വൗവൽ സൗണ്ട്സ് കുറച്ച് ശക്തിയേറിയ സൗണ്ട്സ് ആണ്, ഇത്തിരി ശക്തിയുള്ള സൗണ്ട്സ് ആണ് വൗവൽ സൗണ്ട്സ്. അത് ഒരു വേർഡ്സിന് റിപ്പീറ്റ് ആയിട്ട് വന്നാൽ മതി. അത് തുടക്കത്തിലാണോ അവസാനമാണോ എന്നൊരു ബന്ധമില്ല, അവിടെ റിപ്പീറ്റ് അടിച്ച് വന്നാൽ മതി. അതിനെയാണ് നമ്മൾ അസണൻസ് എന്ന് പറയുന്നത്. വൗവൽസ് കുറച്ച് വേർഡ്സ് ഒരുമിച്ച് പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ വൗവൽ സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ അസണൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷനിലോട്ട് കിടക്കാം. റിപ്പീറ്റഡ് വൗവൽ സൗണ്ട്സ് ഇൻ വേർഡ്സ് പ്ലേസ് നിയർ ഈച്ച് അതർ ഈസ് കോൾഡ് അസണൻസ്. അതായത് വൗവൽ സൗണ്ട്സ് കുറച്ച് വേർഡ്സ് ഒരുമിച്ച് പ്ലേസ് ചെയ്യുമ്പോഴേക്കും അതിൽ എവിടെ എല്ലാ വേർഡ്സിലും ഇങ്ങനെ വൗവൽ സൗണ്ട്സ് റിപ്പീറ്റ് അടിച്ചു വരും. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കിയത് പഠിക്കാം. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ ഇതാണ്, ട്രൈ ടു ലൈറ്റ് ദ ഫയർ. അപ്പം ട്രൈ ടു ലൈറ്റ് ദ ഫയർ, ഈ ട്രൈയിലും ലൈറ്റിലും ഫയർ, അപ്പൊ നമുക്ക് 2 തൈ ഒഴിവാക്കാം. ഈ 3 വേർഡ്സിൽ നമുക്ക് ഐ സൗണ്ട്, ഐ എന്ന് വെച്ചാൽ ഒരു വൗവലാണ്. അപ്പൊ ഐ സൗണ്ട് നമുക്ക് ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ട്രൈ, ഐ എന്ന് വൈയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് ട്രൈ. ഐ എന്ന് പറഞ്ഞ ഐ സൗണ്ട് ഉണ്ട്, അപ്പൊ ഐ സൗണ്ട് ഉണ്ട്. ഇവിടെ ലൈറ്റ് ഐ സൗണ്ട് ഉണ്ട്, ഫയർ ഐ സൗണ്ട് ഉണ്ട്. അപ്പൊ ഈ 3 വേർഡ്സിൽ ഐ സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പൊ ഇതിനെയാണ് നമ്മൾ അസണൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ 2 കാറ്റഗറീസ് ഉണ്ട്. അലിട്രേഷനിലും കോൺസണൻസിലും കോൺസണന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷെ അസണൻസ് വൗവൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ടോപ്പിക്കായ ഓക്സിമോറോണിലോട്ട് നമുക്ക് പ്രവേശിക്കാം. അപ്പം ഓക്സിമോറോണിന്റെ മീനിങ് എന്ന് വെച്ചാൽ when two opposite things are mentioned together, അതായത് 2 വിപരീത അർത്ഥമുള്ള പദങ്ങൾ ഒരുമിച്ച് നമ്മൾ ഒരിടത്ത് മെൻഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓക്സിമോറോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾസിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഓക്സിമോറോൺ. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ലവിങ് ഹെയ്റ്റ്. ലവിങ് ഹെയ്റ്റ് എന്ന് വെച്ചാൽ ലവിന്റെ ഓപ്പോസിറ്റ് ആണ് ഹെയ്റ്റ്. ലവിന്റെ ഓപ്പോസിറ്റ് ആണ് ഹെയ്റ്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. ഈ ഹെയ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ലവ്. അപ്പം 2 ഓപ്പോസിറ്റ് ആയ കാര്യങ്ങൾ ഈ എക്സ്പ്രഷനിൽ ഒരുമിച്ച് വരുന്നു. അപ്പൊ ഇതൊരു ഓക്സിമോറോൺ ആണ്. ഇതിന്റെ ഡെഫിനേഷൻ ആണ് when two opposite things are mentioned together. ഈ 2 നമ്മൾ ഒരുമിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. ഇത് ഈ എക്സ്പ്രഷൻ നമ്മൾ പലയിടത്ത് ഇപ്പൊ സാഹിത്യകൃതികൾ വായിക്കും, പലയിടത്ത് ഈ സംഭവം ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ലവിങ് ഹെയ്റ്റ്, ഈ 2 ഓപ്പോസിറ്റ് തിങ്സ് ആണ്, 2 ഒരുമിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഓക്സിമോറോൺ ആണ്. രണ്ടാമത്തേതാണ് ഫോൾസ്ലി ട്രൂ. നമുക്കറിയാം ഫോൾസിന്റെ ഓപ്പോസിറ്റ് ആണ് ട്രൂ, ട്രൂയുടെ ഓപ്പോസിറ്റ് ആണ് ഫോൾസ്. അപ്പം ഈ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇംഗ്ലീഷിലുണ്ട്. അപ്പം
ഈ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കുകളും ഒരുമിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു ഓക്സിമോറൺ ആണ്. നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിളിലോട്ട് കിടക്കാം. പ്ലീസിങ് പെയിൻ, അതായത് സന്തോഷം തരുന്ന പെയിൻസ്, വേദനകൾ. അപ്പം പ്ലീസിങ്ങിന്റെ ഒരു ഓപ്പോസിറ്റ് സെൻസിലാണ് പെയിൻ. ഒരു പെയിൻ, ഒരു വേദനിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കാണത്തില്ലല്ലോ. അപ്പൊ പെയിന്റെ ഓപ്പോസിറ്റ് ആണ് പ്ലീസിങ്. ആ സെൻസിൽ അതിന് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ഇത് രണ്ടും, പ്ലീസിങ്, പെയിൻ. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു ഓക്സിമോറൺ ആണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പോർഷൻ നമുക്ക് തീർന്നു. അപ്പൊ നമുക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ 7 റിതമിക് ഡിവൈസ് ആണ് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസ് ആണ് നമ്മൾ ഇത് പഠിച്ചത്. അപ്പൊ നമുക്കൊരു ചെറിയ സമ്മറി പോലെ നമുക്ക് പറഞ്ഞു പോവാം. സിമിലി എന്ന് വെച്ചാൽ ആസും ലൈക്കും വേണം കമ്പയർ ചെയ്യണമെങ്കിൽ. മെറ്റഫർ എന്ന് വെച്ചാൽ ആസും ലൈക്കിന്റെ ആവശ്യമില്ല. ഇത് രണ്ടും നമ്മളുടെ സിമിലാരിറ്റി എന്ന് വെച്ചാൽ കമ്പാരിസൺ. ഈ രണ്ട് റിതമിക് ഡിവൈസസ് നമ്മൾ രണ്ട് സിമിലറോ ഡിസ്സിമിലറോ ആയ ഒബ്ജക്ട്സിനെ കമ്പയർ ചെയ്ത് ഉപയോഗിക്കുന്ന രണ്ട് ഡിവൈസ് ആണ് സിമിലി, മെറ്റഫർ. അടുത്തതാണ് പെർസോണിഫിക്കേഷൻ. പെർസോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ആട്രിബ്യൂട്ടിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ്. അതായത് മനുഷ്യരിലുള്ള ക്വാളിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സും ആനിമൽസിനോ നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സിനോ കൊടുക്കുന്നതിനാണ് പെർസോണിഫിക്കേഷൻ പറയുന്നത്. എക്സാംപിൾസ് നമുക്ക് വളരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത കാര്യമാണ്. അത് അടുത്തതാണ് അലിട്രേഷൻ, കോൺസണൻസ്. അലിട്രേഷനും കോൺസണൻസും എന്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? കോൺസണൻസ്, ആൽഫബറ്റ്സിലെ കോൺസണൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അലിട്രേഷൻ, കോൺസണൻസ് കിടക്കുന്നത്. അലിട്രേഷനിലുള്ള രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കറിയാം. അലിട്രേഷനിൽ വേർഡ്സ് ഒരുമിച്ച് വെക്കുമ്പോൾ വേർഡ്സിന്റെ തുടക്കത്തിലാണ് കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് അടിച്ചു വരുന്നത്. അതായത് സൈലൻസ്, സെർച്ച്, സ്ലോലി. എസ് സൗണ്ട് സൈലൻസിന്റെ ഫസ്റ്റിലാണ് എസ് സൗണ്ട്, ഫസ്റ്റ് അക്ഷരമാണ് എസ്. സെർച്ചിലെ തുടക്കത്തിലാണ് എസ് സൗണ്ട് വരുന്നത്, സ്ലോലിയിലെ തുടക്കത്തിലാണ് എസ് സൗണ്ട് വരുന്നത്. അപ്പം ഇതാണ് അലിട്രേഷൻ. കോൺസണൻസ് എന്ന് വെച്ചാൽ അവസാനമാണ് നമ്മുടെ കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചു, ടോസ് ദ ഗ്ലാസ് ബോസ്. അപ്പൊ ടോസിലെ എസ് അവസാനമാണ്, ഇത് എസ് സൗണ്ട് ആണ് ഇതിനകത്തും വരുന്നത്, ഇതിനകത്ത് റിപ്പീറ്റ് അടിച്ചു വരുന്നത്. അപ്പം ടോസിലെ എസ് സൗണ്ട് അവസാനം, ഗ്ലാസിലെ എസ് സൗണ്ട് അവസാനം, ബോസിലെ എസ് സൗണ്ട് അവസാനം. അപ്പൊ ഈ 3 പദത്തിലെ എസ് സൗണ്ട് അവസാനമാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് സെക്കൻഡ് ലാസ്റ്റ് വന്ന അസണൻസ്. അസണൻസ് എന്താ? വൗവൽസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് അസണൻസ് കിടക്കുന്നത്. ഇത് കോൺസണൻസ് ആയിരുന്നു, ഇത് വൗവൽസ് ആയിട്ട് ബന്ധപ്പെട്ട്. വൗവൽ ശബ്ദം കുറച്ച് പദങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് അവയിൽ വൗവൽസിന്റെ ശബ്ദം റിപ്പീറ്റ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ അസണൻസ് എന്ന് പറയുന്നത്. അടുത്താണ് ഓക്സിമോറോൺ. ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ഓക്സിമോറോൺ. അതായത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കുകൾ ഒരുമിച്ച് ഒരു എക്സ്പ്രഷൻ വരുന്നതിനെയാണ് നമ്മൾ ഓക്സിമോറോൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലവിങ്, ഹെയ്റ്റ്, പ്ലീസിങ്, പെയിൻസ്, ഇതൊക്കെയാണ് ഓക്സിമോറോണിന്റെ എക്സാമ്പിൾസ്. അപ്പം ഇന്നത്തെ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു.